Hello guys, welcome to Aneka's YouTube channel. ഖത്തർ, what a beautiful country. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസ് ഒന്നും കണ്ട് എനിക്ക് ഒട്ടും തന്നെ സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. കാരണം നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഭംഗി ഇത്തിരി പോലും എനിക്ക് വീഡിയോസിലേക്ക് പകർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് കൂടി ആയിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു എന്നിവിടെ വേണേൽ പറയാം. Day 1 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് മെട്രോന്നാണ്. ആൻഡ് മെട്രോയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കണ്ട കണ്ണ് തള്ളിപ്പോവും. പിന്നെ അവിടെ അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ബിൽഡിങ്സിൻ്റെയൊക്കെ അടിയിൽ കൂടെയാണ് മെട്രോയുടെ ട്രാൻസ്പോർട്ടേഷൻ. ആൻഡ് അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാസ് ഖത്തർ നാഷണൽ ലൈബ്രറി. വാട്ട് എ ഹ്യൂജ് ആൻഡ് ബ്യൂട്ടിഫുൾ ലൈബ്രറി. റീഡിംഗ് സ്പേസ് മാത്രമല്ല, കുറേ പേർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ക്യൂബിക്കിൾസും മീറ്റിംഗ് ഹാൾസും കഫേയും ഒക്കെ ഉള്ള ഒരു ഹ്യൂജ് സ്പേസ്. എല്ലായിടത്തും നിന്ന് ചുറ്റിക്കണ്ട് നമ്മൾ വേഗം ഇങ്ങ് പോകുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് മോൾ ഓഫ് ഖത്തറിലേക്കാണ്. വലിയൊരു മോൾ, നമ്മുടെ ലുലു ഒക്കെ പോലെ. ഒരുപാട് ബ്രാൻഡ് ഷോറൂമും ഒക്കെയുള്ള കിടിലൻ മോൾ. അവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. പിസ്സ ഹട്ട് നല്ല സൂപ്പർ പിസ്സയും മൊയ്റ്റോസും, അത്യാവശ്യം നല്ല ചീസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ആയിരുന്നു. പിന്നെ അവിടെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ അങ്ങനെ ഇറങ്ങി. ഇതായിരുന്നു എൻ്റെ ഹോട്ടൽ റൂം. കയറുമ്പോൾ നല്ല വൃത്തിയായിരുന്നു. പിന്നെ ഞാൻ കയറി അങ്ങ് വൃത്തികേടാക്കി. അവിടെ അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സ്വെറ്ററും ക്യാപ്പും ഒക്കെ വെച്ചിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ മിനാ പോർട്ടിൽ പോയി. അവിടെ ഒരു ഹ്യൂജ് ക്രൂസ് ഷിപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഹ്യൂജ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ ഇപ്പോഴും പറയണു, ഈ വീഡിയോയിൽ കാണുമ്പോൾ അല്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. മിനാ പോർട്ടിന് ഓപ്പോസിറ്റ് നോക്കിയാൽ അൽ കോർണിഷിന് ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഹോട്ടൽസും ബിൽഡിങ്സും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഏരിയ. ദൂരെ നിന്ന് കാണുമ്പോഴും അടുത്തുനിന്ന് കാണുമ്പോഴും ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അൽ കോർണിഷിലെ ഷെറാട്ടൺ എന്ന് പറഞ്ഞ ഒരു 7 സ്റ്റാർ ഹോട്ടലിലേക്കാണ്. ഒരുപാട് വർഷം മുന്നേ പണിതിട്ടുള്ള ഹോട്ടലാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ആയി കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് നോക്കി നമുക്കൊക്കെ കഴുത്ത് വേദനിക്കും. അവിടുന്ന് ഞങ്ങൾ ഉമ്മാലി എന്ന് പറഞ്ഞൊരു ഡെസേർട്ട് കഴിക്കാനാണ് പോയത്. ഇറ്റ് വാസ് വെരി ടേസ്റ്റി. മിൽക്കും ആൽമണ്ട്സും റേസിൻസും എല്ലാത്തിൻ്റെയും ഫ്ലേവറുള്ള ഒരു കിഡിലൻ ഐറ്റം. പിന്നെ കുറച്ചു നേരം അവിടെ പാട്ടൊക്കെ കേട്ട് സ്പെൻഡ് ചെയ്ത് നമ്മൾ അങ്ങ് ഇറങ്ങി. സെക്കൻഡ് ഡേ ഞങ്ങൾ അൽവക്ര ബീച്ച് സൈഡുള്ള അൽഫന റെസ്റ്റോറൻറ്റിൽ യമനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടാൽ നമ്മുടെ പൊറോട്ട പോലെ തോന്നിക്കുന്നത് ഈ വലിയ ഐറ്റമാണ് യമനി ബ്രെഡ്. പ്ലസ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ലഹസ എഗ്ഗും ഷീപ്പ് ലിവറും ആയിരുന്നു. അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് പ്ലേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി കൈയിട്ട് വാരി കഴിക്കുക, അത്ര തന്നെ. ഫുഡും നല്ല ഡെലീഷ്യസ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബീച്ച് സൈഡൊക്കെ ഒന്ന് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാസ് എ കില്ലർ ഐറ്റം. ലാൻഡ് ക്രൂസറിൽ ഒരു കിടിലം ഡ്യൂൺ സഫാരി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഡ്യൂൺ സഫാരി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ എടുത്ത വീഡിയോസ് ഒക്കെ കുളമാണ്. കാരണം ഫുള്ള് ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനും ഫോണും ഒക്കെ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് പേൾ ഖത്തറിലേക്കാണ്. പേൾ ഖത്തർ വാസ് റിയലി സ്റ്റണ്ണിങ്. അവിടുത്തെ ലൈറ്റ്സും അറേഞ്ച്മെന്റ്സും ഒക്കെ അടിപൊളിയായിരുന്നു. പഴയ കുറേ വിൻറ്റേജ് കാർസിൻ്റെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ബാംഗ്ലൂരുള്ള ചേർച്ച് സ്ട്രീറ്റിൻ്റെ ഒരു ബിഗ് വേർഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഗവാൻ ഐലൻഡിലേക്കാണ്. ദിസ് ഗവാൻ ഐലൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ആൻറ്റീക് ഡിസ്പ്ലേസും ഹോൾട്ടിംഗ് സ്പോട്ട്സും ഒക്കെയുള്ള ഒരു കിഡിലൻ സ്പേസ്. ഓൾറെഡി നല്ല കാറ്റ്. അതിൻ്റെ കൂടെ അവരവിടെ AC ഓണാക്കി ഇരുന്നുകൊണ്ട് തണുത്തിട്ട് ഞാൻ വേഗം കുറച്ച് വീഡിയോസ് എടുത്തിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി. Day 3 സ്റ്റാർട്ടിംഗ് പോയിന്റ് സൂക്ക് വാക്കഫ്. സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്സ് എന്നാണ്. ഖത്തറിൽ ഇങ്ങനെ ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ട്. പർച്ചേസ് ചെയ്യാനും ഹാങ് ഔട്ട് ചെയ്യാനും ഫുഡ് അടിക്കാനും ഒക്കെ പറ്റിയ സ്പേസസ്. പ്ലസ് അവിടെ ബേർഡ്സും ചെറിയ ആനിമൽസും ഒക്കെ സെയിലിനും വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ട് കുറേ നടന്നു. പിന്നെ കുറച്ച് പർച്ചേസും ഒക്കെ ചെയ്ത് മൊത്തത്തിലൊന്ന് ചുറ്റി അടിച്ചിട്ട് പോന്നു.
Our next destination was Safari Mall. Actually mall എന്ന് പറയാൻ പറ്റില്ല, it's more of like a hypermart. ആദ്യം ഞങ്ങൾ ലഞ്ച് കഴിച്ചു, എന്നിട്ടാണ് പർച്ചേസ് തുടങ്ങിയത്. നല്ല ചോറും കറികളും ഫിഷ് ഫ്രൈയും ഒക്കെയാണ് അച്ഛനും അമ്മയൊക്കെ കഴിച്ചത്. ഞാൻ പക്ഷെ ഒരു ബർഗറിൽ ഒതുക്കി. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ്സ്, ഡ്രസ്സസ്, ചപ്പൽസ്, പെർഫ്യൂംസ്, ബാഗ്സ്, അങ്ങനെ അത്യാവശ്യം കുറേ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ പർച്ചേസും ചെയ്തു. Day 4, ഫൈനൽ ഡേ. തിരിച്ചു പോരണതിന്റെ ചെറിയൊരു വിഷമമൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഹോട്ടൽ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തത്. പക്ഷെ ആ വിഷമമൊന്നും ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ കാണിച്ചില്ല. സൂക്ക് വാക്കിഫിലെ ദാനത്ത് ഹോട്ടലിൽ നിന്ന് നല്ല കിടിലൻ ഫിഷ് മന്തി കഴിച്ചു. ഫിഷസിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് സീ ബാസും കിങ് ഫിഷും ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഡെലീഷ്യസ്. ഫുഡ് കഴിച്ച് സൂക്കിലൊന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഖെതേഫാൻ ഐലൻഡിലേക്കാണ്. അവിടെ ഒരു വാക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു, വിച്ച് വാസ് മെയ്ഡ് ഓഫ് ഗ്ലാസ്. അതിൻ്റെ അടിയിൽ വെള്ളം. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഡേ ടൈം ആയാലും നൈറ്റ് ആയാലും ഒക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു. And now last but not least to our final destination, Vendo Mall. ഇവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കണ പേരായിരുന്നു വെൻഡോ. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ മോൾ. ബിൽഡിങ്ങിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ഡിസൈനും ഏരിയയും ഒക്കെ കണ്ട് ഞാനൊക്കെ ഞെട്ടിപ്പോയി. ആൻഡ് ദി മോസ്റ്റ് ഹൈലൈറ്റിംഗ് തിങ് വാസ് ഈ ഹോൾ മോളിന്റെ നടുവിലായി ഒരു സ്പേസ് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഡെക്കറേറ്റഡ് വിത്ത് ബ്യൂട്ടിഫുൾ ലൈറ്റ്സ്. ഓൾസോ അവിടെ വാട്ടർ ഫൗണ്ടൈനും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി എ വിഷ്വൽ ട്രീറ്റ്. ഫ്ലൈറ്റിന് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനും കണ്ട് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. അങ്ങനെ നമ്മുടെ ഖത്തർ ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ് ഗൈസ്. എനിവേസ് ഐ റിയലി ഹാഡ് എ വണ്ടർഫുൾ ടൈം. ശരിക്കും അടിച്ചു പൊളിച്ചു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് അനേകാസ് യൂട്യൂബ് ചാനൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.